നമസ്കാരം. ഇനി ഇലക്ഷൻ നടക്കാൻ വെറും 5 ദിവസമാണുള്ളത്. ചിലപ്പോൾ 4 ദിവസം. ഈ റിപ്പോർട്ട് വരുമ്പോഴേക്ക് 4 ദിവസമാണ് ഉണ്ടാവുക. 4ാമത്തെ ദിവസം അല്ല 5ാമത്തെ ദിവസം ഇലക്ഷൻ നടക്കും, 9ാം തീയതി. അതിനു മുമ്പ് ഈ അവസാന നിമിഷം എന്തെങ്കിലും അട്ടിമറികൾ നടക്കുമോ അറിയില്ല. അതിനിടയിൽ മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയ ഈ FCRA വന്ന ശേഷം FCRA നിയമ ഭേദഗതി വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം വരികയും ഇവിടുത്തെ UDF MP മാർ ഡൽഹിയിലേക്ക് പറക്കുകയും വലിയ ഒച്ചപ്പാടുണ്ടാക്കുകയും അത് മാറ്റിവെക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ വന്ന റിപ്പോർട്ട് പ്രകാരമാണ് CPMൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായ ഈ ഇലക്ഷനിൽ ആര് ജയിക്കും തോൽക്കും എന്നുള്ള റിപ്പോർട്ട് ക്രൈമിന് കിട്ടുന്നത്, രഹസ്യമായ ആ റിപ്പോർട്ട് കൈ കിട്ടുന്നത്. അതിൽ 7 ജില്ലകളിലായിട്ട്, അതായത് കോഴിക്കോട്, മലപ്പുറം, അതേപോലെ വയനാട് 32 സീറ്റുകളും, എറണാകുളം, അതേപോലെ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലായിട്ട് അങ്ങനെ 35 സീറ്റുകളിലുമായിട്ട് 32 സീറ്റുകളിലുമായിട്ട് മൊത്തം 65 സീറ്റുകളാണുള്ളത്. ഈ 65 സീറ്റുകളിൽ ആര് ജയിക്കും തോൽക്കും എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി CPM പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് ഈ 7 ജില്ലകളിൽ നിന്നായിട്ട് മൊത്തം 65 സീറ്റുകളിൽ 60 മുതൽ 62 സീറ്റ് വരെ UDF വിജയിക്കാം, 3 സീറ്റ് മാത്രമേ LDFന് കിട്ടുകയുള്ളൂ എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അതിൽ വന്നത്. നമ്മൾ 60 സീറ്റ് കൂട്ടാം, 60 സീറ്റ് കിട്ടിയാൽ 11 സീറ്റും കൂടി കിട്ടിയാൽ UDF അധികാരത്തിൽ വരും. ഇപ്പോൾ ഞാൻ ബാക്കി 2 ജില്ലകളിലെ കൂടി, അതായത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ CPM റിപ്പോർട്ട് എന്താണ് എന്ന് ഞാൻ നോക്കാം, അതുകൂടി ഞാൻ പറയാം. അതായത് കണ്ണൂർ, കാസർഗോഡ്, മഞ്ചേശ്വരം ആണ് 1. മഞ്ചേശ്വരത്ത് UDF വൻ വിജയം നേടും. അവിടെ BJP ആണ് 2ാം സ്ഥാനത്ത് വരുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDFനുണ്ടായിരുന്നു. അവിടെ UDF വൻ വിജയം നേടുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ CPM കണ്ടെത്തിയിരിക്കുന്നത്. അതേപോലെ കാസർഗോഡ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി UDF കാൻഡിഡേറ്റ് അവിടെ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് വീണ്ടും റിപ്പോർട്ട് പറയുന്നത്. അതായത് കാസർഗോഡ് മഞ്ചേശ്വരം ഒരു മാറ്റം വരാൻ പോണില്ല. മാത്രമല്ല മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ വലിയ മാർജിനിൽ ഇത്തവണ തോൽക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ അടുത്തത് ഉദുമയാണ്. ഉദുമയിൽ ഈക്വൽ ഫൈറ്റ് നടക്കുന്നു എന്നുള്ളത്. CH കുഞ്ഞമ്പുവാണ് അവിടെ CPMൻ്റെ സ്ഥാനാർത്ഥി, കഴിഞ്ഞ MLA ആണ്. പക്ഷേ ഇപ്പോൾ ഒരു ഈക്വൽ ഫൈറ്റാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ആർക്ക് വേണേൽ വിജയിക്കാം, തോൽക്കാം എന്നുള്ള ഒരു ഈക്വൽ ഫൈറ്റ് ആണുള്ളത്. അതേപോലെ കാഞ്ഞങ്ങാട് CPIയുടെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി വിജയിക്കും എന്നുള്ളത് പറയുമ്പോൾ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ വിജയിക്കും എന്നുള്ള ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടാണ് CPMൻ്റെത്. പ്രത്യേകിച്ച് തൃക്കരിപ്പൂരിൽ കുറേ ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലകളുണ്ട്. ആ കുടിയേറ്റ മേഖലകളിലൊക്കെ തന്നെ UDFന് അനുകൂലമായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് വരുന്നത് എന്നുള്ളതാണ് വരുന്നത്. മാത്രമല്ല സന്ദീപ് വാര്യർ ഇറങ്ങിയോട് കൂടിയിട്ട് വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. എന്തായാലും തൃക്കരിപ്പൂരും കാസർഗോഡും മഞ്ചേശ്വരവും UDFനോടൊപ്പവും ഉദുമ ആരുടെ കൂടെ പോകുമെന്ന് അറിയില്ല. അതോടൊപ്പം കാഞ്ഞങ്ങാട് LDF വിജയിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അതോടൊപ്പം ഇവിടെ കണ്ണൂർ കടക്കുമ്പോൾ പയ്യന്നൂർ മത്സരം കടുക്കുമെങ്കിലും വളരെ ശക്തമായ രൂപത്തിലാണെങ്കിൽ അവിടെ CPM തന്നെ വിജയിക്കുമെന്നുള്ള ഒരു റിപ്പോർട്ടാണുള്ളത്. എന്നാൽ തളിപ്പറമ്പ് അങ്ങനെയല്ല. അവിടെ TK ഗോവിന്ദൻ ജയിക്കുമെന്ന് കൃത്യമായി UDF കാൻഡിഡേറ്റ് ജയിക്കുമെന്നാണ് CPMൻ്റെ കണ്ടെത്തലുള്ളത്, CPM റിപ്പോർട്ടിലുള്ളത്. അതേപോലെ അഴീക്കോട് UDF വിജയിക്കും എന്നുള്ള കണ്ടെത്തലാണുള്ളത്. UDF വിജയിക്കും അഴീക്കോട്. അതേപോലെ പേരാവൂരിൽ ശൈല ടീച്ചർ തോൽക്കും. അതേപോലെ അവിടെ അതായത് APCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വിജയിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുള്ളത്. വലിയ മാർജിനിൽ വിജയിക്കും എന്നുള്ളത്. കാരണം പേരാവൂർ വലിയ ക്രിസ്ത്യൻ മേഖലയുള്ള കുടിയേറ്റ മേഖലയുള്ള സ്ഥലമാണ്. ആ വോട്ടുകൾ ഒറ്റക്കെട്ടായി UDFന് പോകും. മാത്രമല്ല മുസ്ലിം വോട്ട് ഒറ്റക്കെട്ടായി UDFന് പോകും. അതേപോലെയാണ് ഇരിക്കൂറും വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് UDF വിജയിക്കും എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. കണ്ണൂർ ഇത്തവണ UDF പിടിച്ചെടുക്കുമെന്ന് കൃത്യമായി പറയുന്നു ആരുടെ റിപ്പോർട്ടിൽ? CPMൻ്റെ റിപ്പോർട്ടിൽ. അതേപോലെ കല്യാശ്ശേരി ഇത്തവണ CPM വിജയിക്കും. സാധാരണ പോലെ അത്ര വലിയ ഭൂരിപക്ഷമൊന്നും കിട്ടില്ല എന്നും ഇതിൻ്റെ അത് കണ്ടെത്തിയിട്ടുണ്ട്. ധർമ്മടത്ത് വലിയ ടൈറ്റ് ഫൈറ്റ് ആണെങ്കിലും പിണറായി വിജയൻ തന്നെ വിജയിക്കും. അതും 5000-നും 10,000-നും താഴെയുള്ള വോട്ടിലേക്ക് മാറിയിരിക്കുന്നു. കഴിഞ്ഞ 50,000 വോട്ട് വരെ വിജയിച്ച സ്ഥലമാണ് പിണറായി വിജയൻ. എന്നാൽ അവിടെ 5000-നും 10,000-നും വോട്ടിനിടയിലേക്കുള്ളൊരു പാറ്റേണിലേക്ക് മാറിയിരിക്കുന്നു
എന്നുള്ളതാണ്. അതായത് 40,000 വോട്ടിനടുത്ത് കുറഞ്ഞിരിക്കുന്നു പിണറായി വിജയന് ഭൂരിപക്ഷം എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. തലശ്ശേരിയും അതേപോലെ CPM ജയിക്കുമെങ്കിലും അവിടെ ഭൂരിപക്ഷം വളരെ നേരിയ മാർജിനായിരിക്കും, 5000-ൽ താഴെയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. മട്ടന്നൂരിൽ അതേപോലെ CPM തന്നെ വിജയിക്കും, അതും 5000-നും 10,000-നും ഇടയിലുള്ള ഭൂരിപക്ഷമായിരിക്കുമെന്നാണ് പറയുന്നത്. കൂത്തുപറമ്പിലും UDF വിജയിക്കും. അതായത് കാസർഗോഡ് 3 സീറ്റും അതേപോലെ കണ്ണൂരിൽ 5 സീറ്റും ഉറപ്പായിട്ട് UDF വിജയിക്കുമെന്നുള്ളതാണ് പറയുന്നത്. കണ്ണൂരിൽ 2 സീറ്റ് ഈക്വൽ ഫൈറ്റ് ആണെങ്കിൽ ബാക്കി 4 സീറ്റ് LDFന് വിജയം ഉറപ്പാക്കിയിട്ടുണ്ട്. കാസർഗോഡ് 1 സീറ്റാണ് LDFനെ കറക്റ്റായി പറയുന്നത്, ഒരു സീറ്റ് ഈക്വൽ ഫൈറ്റ് ആണ്. എന്തായാലും ഈ 2 സ്ഥലങ്ങളിലും കൂടെ 8 സീറ്റ്, അതായത് കണ്ണൂർ കാസർഗോഡും കൂടെ എത്ര സീറ്റാണുള്ളത്? 11, 5, 16 സീറ്റാണെങ്കിൽ അതിൽ 8 സീറ്റ് UDF നേടിയെടുക്കും ഉറപ്പായിട്ടും. 3 സീറ്റുകളിൽ ആര് ജയിക്കില്ല എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ 8 സീറ്റും കൂടെ കൂട്ടുമ്പോൾ നമ്മൾ ഏകദേശം ഭൂരിപക്ഷത്തേക്ക്, അതായത് 7 നിയോജക മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം ഇന്നലെ പറഞ്ഞിരുന്നു, അതിനോട് 8 സീറ്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആവറേജ് ഭൂരിപക്ഷം 70 കടക്കാൻ കഴിയും. 63 സീറ്റാണെങ്കിൽ ഈ കോഴിക്കോട്, വയനാട്, മലപ്പുറം, അതേപോലെ എറണാകുളം, അതേപോലെ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ നിന്നുള്ള കൂടി കൂട്ടുമ്പോൾ മൊത്തം 71 സീറ്റായി മാറ്റാൻ കഴിയും. അങ്ങനെ ഭൂരിപക്ഷം ഉറപ്പിക്കുക, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള സീറ്റിലേക്ക് UDF വിജയക്കൊടി മാറും എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവരുടെ രഹസ്യ റിപ്പോർട്ടിലുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല സർവേകളും പോകും, പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർവേയൊക്കെ കുറ്റമറ്റതായിരിക്കും. അവരടിത്തട്ട് വരെ പഠിച്ചിട്ടുള്ള ഒരു സർവേയാണ്. അത് പ്രകാരം ഈ അതായത് 9 നിയോജക മണ്ഡലങ്ങൾ കഴിയുമ്പോൾ തന്നെ കൃത്യമായി UDFന് ഭൂരിപക്ഷം കിട്ടും. അതായത് ഇനി 5 നിയോജക മണ്ഡലങ്ങൾ കൂടി കിട്ടുന്നുണ്ട്. ആ നിയോജക മണ്ഡലം കൂടെ കണക്ക് നമുക്ക് അവിടെ തന്നെ പ്രസിദ്ധീകരിക്കാം. നന്ദി, നമസ്കാരം.